ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ചില സാങ്കേതിക തടസ്സങ്ങളാൽ നിങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ 3 മാസത്തോളം വീഡിയോകളുമായിട്ടോ ലൈവുകളായിട്ടോ മറ്റ് ഡെയിലി അപ്ഡേറ്റുകളായിട്ടോ വരാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്കറിയാം, എൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി, എൻ്റെ ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടി, എക്സാം ഓറിയൻറ്റഡ് എക്സ്പെക്റ്റഡ് ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം തന്നെയുണ്ട്. നിങ്ങളുടെയൊക്കെ ആ ഒരു കാത്തിരിപ്പിൽ എനിക്ക് സങ്കടങ്ങളല്ലാതെ, വേദനകളല്ലാതെ നിങ്ങളോടൊരു ഉത്തരം പറയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒരു തടസ്സം നേരിട്ടപ്പോൾ ഞാൻ എൻ്റെ ചാനലിലെ ക്ലാസ്സുകൾ സ്വമേധയാ നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് പുതിയ മാറ്റങ്ങളോടെ നിങ്ങളുടെ മുന്നിലേക്ക് MS സൊല്യൂഷൻ വന്നിരിക്കുകയാണ്. അതിനു മുന്നേ, ആരായിരുന്നു MS സൊല്യൂഷൻസ്? സംസ്ഥാനം ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2020 മാർച്ച് മാസം കൊറോണ വരികയും കുട്ടികളെല്ലാവരും വീട്ടിലായി പോവുകയും ചെയ്തിരുന്ന സമയം. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ നൽകിക്കൂടാ? വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരുന്ന സർക്കുലറുകളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശദാംശങ്ങളും എന്തുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് നൽകിക്കൂടാ എന്നൊക്കെയുള്ള ചിന്തകളാണ് യൂട്യൂബിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ എന്നെ ചിന്തിപ്പിച്ചത്. ആ 2020 മാർച്ച് മാസത്തെ 3 എക്സാമുകളായിരുന്നു 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാറ്റിവെച്ചത്. ആ പരീക്ഷകൾ പിന്നീട് 1.5 മാസങ്ങൾക്ക് ശേഷം നടത്തുകയുമുണ്ടായി. ആ സമയങ്ങളിലെല്ലാം കുട്ടികൾക്ക് യൂട്യൂബിലൂടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ചില ട്രിക്സുകളും ടിപ്സുകളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കുട്ടികൾക്കിടയിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ MS സൊല്യൂഷൻസിന് കഴിഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിരുന്നു MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ മുന്നോട്ടേക്ക് പോയിരുന്നത്. പിന്നീട് 2021 ജനുവരി 1 ആ വർഷത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും +2 കുട്ടികൾക്കും സ്കൂളുകളിൽ പോയി പഠിക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് കൊറോണ കേസുകൾ 30,000-ത്തിനടുത്താണ്. വെറും 2 മാസങ്ങൾ കൊണ്ട് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിച്ചെടുക്കുക എന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാര്യമായിരുന്നു. ആ സമയത്തും സൊല്യൂഷൻസുമായി MS സൊല്യൂഷൻസ് യൂട്യൂബിലൂടെ നിറഞ്ഞു നിന്നു. കുട്ടികൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വീഡിയോകളാക്കുകയും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും മറ്റ് സയൻസ് സബ്ജക്റ്റുകളുടെയും ലാംഗ്വേജുകളുടെ അടക്കം ട്രിക്സുകളും അതുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം നൽകിക്കൊണ്ട് കുട്ടികൾക്കിടയിൽ MS സൊല്യൂഷൻസ് വീണ്ടും നിറഞ്ഞു നിന്നു. ആ വർഷം റിസൾട്ട് വന്നപ്പോൾ 1,25,000 കുട്ടികൾക്കാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയത്. അതിൻ്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് 2022 ഒരു പുതിയ അപ്ഡേറ്റ് വന്നു. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ B+ മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ നോൺ ഫോക്കസ് ഏരിയ കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് A+ ലഭിക്കുകയുള്ളൂ എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ വരികയും കുട്ടികൾ വീണ്ടും ടെൻഷനിലാവുകയും ചെയ്തു. ടെൻഷൻ വരാൻ ഒരു കാരണം കൂടിയുണ്ട്. അവർക്ക് സ്കൂളുകൾ തുറന്നത് നവംബർ മാസത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും വെറും 4 മാസങ്ങൾ കൊണ്ട് മാർച്ചിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി 100% സിലബസ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വീണ്ടും ആ കുട്ടികൾക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. ആ സമയത്തും സൊല്യൂഷൻസുമായി വീണ്ടും MS സൊല്യൂഷൻ യൂട്യൂബ് സാന്നിധ്യം അറിയിച്ചു കൊടുത്തു. 2022 മാർച്ച് മാസത്തിലെ പരീക്ഷ MS സൊല്യൂഷൻസിൻ്റെ കൂടെ എഴുതിയ നിരവധി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരുടെ പഠനത്തിൽ ഒരല്പമെങ്കിലും സഹായിക്കാൻ MS സൊല്യൂഷൻസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും എന്നെ കൂടുതൽ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചു. പക്ഷേ ഒരു പ്രശ്നം വന്നു. ആ വർഷത്തിൽ ഫുൾ A+ നേടിയ നിരവധി വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച സ്കൂളും കോഴ്സും കിട്ടാത്ത അവസ്ഥ വന്നു. അലോട്ട്മെൻറ്റിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ആ സമയത്ത് കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാത്തരം സഹായങ്ങളും യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ചെയ്തു നൽകി. 2022 +1 എത്തിയ അലോട്ട്മെൻറ്റ് നേരെ വൈകി വന്ന കുട്ടികൾക്ക് വീണ്ടും മറ്റൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. NCERT ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്യപ്പെട്ടു. ഓണപ്പരീക്ഷ നടത്തിയതുമില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എവിടം വരെ പഠിക്കണമെന്നും അറിയില്ല. അങ്ങനെ ആ കുട്ടികൾ ക്രിസ്മസ് എക്സാം വരെ പഠിക്കാനുള്ളത് പഠിച്ചു പോവുകയും എന്നാൽ പരീക്ഷാ പേപ്പറിൽ ഓണപ്പരീക്ഷയുടെ പോർഷൻസ് മാത്രമായിരുന്നു ആ കുട്ടി കണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ വർഷവും എല്ലാ വിദ്യാർത്ഥികളും
ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് അവരുടെ പഠനത്തിൻ്റെ വർഷം അവസാനിപ്പിക്കുന്നത്. ഇത്രമേൽ പ്രയാസങ്ങൾ നേരിട്ടിട്ടും അവരുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളിലെ അധ്യാപകർ എനിക്കെതിരെയായിരുന്നു. കാരണം അന്ന് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുമില്ലായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിനിധി, സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് എന്നായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ എന്നെ അഭിസംബോധന ചെയ്തിരുന്നത്. ഓരോ വർഷവും സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ നിരന്തര മൂല്യനിർണ്ണയം നടക്കുന്നത് പോലെ തന്നെ ഓരോ വർഷവും സ്കൂളുകളിൽ അധ്യാപകർക്കും മൂല്യനിർണ്ണയം നടത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ഒരു റിക്വസ്റ്റ് നൽകിയ ആളാണ് MS സൊല്യൂഷൻസ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം ഒരുപാട് അധ്യാപകർക്ക് MS സൊല്യൂഷൻ ഒരു വില്ലനായി മാറി എന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നത്. ഓരോ ദിവസങ്ങളിലും കുട്ടികൾക്ക് ഓരോ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവരുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ എനിക്കും പേഴ്സണലി നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2023 വർഷത്തിൽ ചില സ്കൂളുകളും ചില ട്യൂഷൻ സെൻ്ററുകളുമാണ് ലഹരി മാഫിയയുടെ പ്രധാന കേന്ദ്രമെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിനെതിരെ സംസാരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തതിന് ഇതേ മാഫിയകളിൽ നിന്ന് ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, അതിനേക്കാൾ സങ്കടകരമായ കാര്യം ഇതിനടിമകളാകുന്നത് കൂടുതലും പെൺകുട്ടികളായിരുന്നു. അന്ന് എന്നെ ഒരുപാട് പേർ നിശബ്ദനാക്കി മാറ്റി. ഇന്ന് നിങ്ങൾ വാർത്തകളിൽ കാണുന്നില്ലേ എത്രയെത്ര ലഹരി കച്ചവടങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്കൂൾ കേന്ദ്രങ്ങളാണെന്നും സ്കൂളിലെ കുട്ടികളാണെന്നും അതിലൊരുപാട് പേർ പെൺകുട്ടികളാണെന്നുമുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വരികയും ചെയ്തു. ഇന്ന് കേട്ടറിവുകൾ പോലുമില്ലാത്ത ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ് വിദ്യാർത്ഥികൾക്കിടയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും പഠനത്തിൽ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ ഞാനായിരിക്കണമെന്നുള്ള എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ചിന്തയായിരിക്കാം ഒരുപാട് പേർക്ക് സാമ്പത്തികപരമായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അനാഥരായ കുട്ടികളെ കൃത്യമായി ആരും അറിയാതെ അവരെ പഠിപ്പിക്കാനും അവർക്കൊക്കെ ചോദിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരാളുണ്ടാകുമെന്നും പഠനപരമായിട്ടുള്ള എല്ലാത്തരം സഹായങ്ങളും കൊറോണ സമയം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നവനാണ് ഈ MS സൊല്യൂഷൻസ്. എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എന്നെ അറിയുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അറിയാം എൻ്റെ സഹായങ്ങൾ അവർക്കെത്തിയിട്ടുണ്ട്. പക്ഷേ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇതെല്ലാം എനിക്ക് പറയേണ്ടി വന്നത് നിങ്ങൾ അന്വേഷിച്ചിരുന്നത് MS സൊല്യൂഷൻസിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. MS സൊല്യൂഷൻസിന് മറ്റൊരു ഭാഗം കൂടി നിങ്ങൾ അന്വേഷിക്കാനുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഞാനിതിലൂടെ ഉദ്ദേശിച്ചത്. എക്സാം സമയത്ത് മണിക്കൂറുകളോളം ക്ലാസ്സുകൾ നൽകിയത് കൊണ്ട് എല്ലാം ആയില്ല. ഈ ക്ലാസ്സുകളെല്ലാം കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സമയം കൂടി ഈ കുട്ടികൾക്ക് നമ്മൾ അധ്യാപകർ നൽകണമെന്നുള്ള ഒരു ചിന്തയായിരിക്കാം എന്നെക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ലൈവിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതിലൂടെ അവർ കൃത്യമായി ആ ലൈവുകളെ ഫോളോ അപ്പ് ചെയ്യാനും അവർക്ക് വേണ്ട ചോദ്യങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ലൈവ് അവസാനിപ്പിക്കാനും ഞാൻ തീരുമാനിച്ചിരുന്നത്. കാരണം ഒരു ലൈവ് കണ്ടതുകൊണ്ടോ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തതുകൊണ്ടോ ഒരു കുട്ടിക്കും A+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ആ കുട്ടി സ്വന്തമായി കഷ്ടപ്പെടണം. ആ കുട്ടി സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ കുട്ടി ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാം അടുക്കുന്ന സമയത്ത് മണിക്കൂറുകളോളമുള്ള ലൈവ് സെക്ഷൻസ് ഒഴിവാക്കി 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെയുള്ള ലൈവിലേക്ക് ചുരുക്കുകയാണ് ഞാൻ ചെയ്തിരുന്നത്. 2024 ഏറ്റവും കുറഞ്ഞ ഫീസിലായിരിക്കണം ഓൺലൈനിൽ ഒരു കുട്ടി പഠിക്കേണ്ടത് എന്ന ഒരു ചിന്താഗതി എനിക്കുള്ളത് കൊണ്ടായിരുന്നു 2024 ഏപ്രിൽ മാസത്തിൽ ഒരു ആപ്ലിക്കേഷൻ MS സൊല്യൂഷൻ തുടങ്ങുകയും അതിലൂടെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ 10ാം ക്ലാസ്സിലും +1ലുമുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകുകയും ചെയ്തിരുന്നത്. ഫീസ് ഒരുപാട് കുറയ്ക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ എനിക്കറിയാമായിരുന്നു. അതെല്ലാം ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയായിരുന്നുവെങ്കിൽ എനിക്കതെന്നേ ആവാമായിരുന്നു. ഞാനും ഏറ്റവും കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത്. ജനിച്ച് 6 മാസം കഴിഞ്ഞ ഉടനെ ഇടതുകാലിനേക്കാളും വലതുകാലിന് ഭാര കൂടുതൽ കണ്ട എൻ്റെ രക്ഷിതാക്കൾ പേടിച്ചുപോയി. പ്രഗത്ഭരായ ഡോക്ടേഴ്സിൽ നിന്ന് വിശദീകരണങ്ങൾ തേടി അവസാനം കാല് മുറിക്കണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. എന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ മനോധൈര്യം വിധിയുടെ ചങ്ങലകളെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. ഇന്ന് ആ 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ 13.5 ലക്ഷം വിദ്യാർത്ഥികളുടെ സൊല്യൂഷനാണ്. ഇനി MS-ന് ചോദ്യപേപ്പർ ചോർച്ചയുമായി എന്താണ് പറയാനുള്ളതിന് മുമ്പേ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ.
ഇതൊരു റിട്ടയർഡ് അധ്യാപകനിൽ നിന്നും ലഭിച്ച. ഓക്കെ, പിന്നീട് വന്ന മറ്റൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വീണ്ടും വിശദമായി വരുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ ആണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. കഴിഞ്ഞ 3 വർഷമായി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് ഞാൻ നൽകുന്ന പുസ്തകമാണ് എൻ്റെ സ്വന്തം SSLCയുടെയും +1 +2 ഷുവർ A+ ബുക്ക്. കഴിഞ്ഞ 3 വർഷത്തോളം കുട്ടികളിലേക്ക് എത്തിക്കുകയും എക്സാം അടുക്കുന്ന സമയത്ത് അവർക്കൊരു PDF രൂപേണ കുട്ടികളിലേക്ക് ഇമെയിൽ ത്രൂ അയക്കുകയും ചെയ്യാറുണ്ട്. ഇതേ കാര്യത്തെ ഈ കഴിഞ്ഞ 3 വർഷവും ഞാൻ നൽകിയിരുന്ന എൻ്റെ സ്വന്തം പുസ്തകത്തിന് മാധ്യമങ്ങൾ പറഞ്ഞ വാർത്ത നിങ്ങളൊന്ന് നോക്കൂ. കോഴിക്കോട്ടെ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെ വിദ്യാർത്ഥികൾക്ക് പുതിയ വാഗ്ദാനവുമായി വിവാദ യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസ്. 10ാം ക്ലാസ്സിലെ ഉറപ്പായ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകാം എന്നാണ് വാഗ്ദാനം. ഇനി മറ്റൊരു ഉദാഹരണം കൂടി. ഇനി അവസാനമായിട്ട് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എൻ്റെ സ്വന്തം കാറ് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ ചിരിച്ചുകൊണ്ടത് നൽകുകയും അയാളത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. ആ കാറ് തിരിച്ചു നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥനാരായിരിക്കും, അതിൻ്റെ ഒരു പ്രതിയായിരിക്കും. ഇത് തന്നെയാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ വീഡിയോ കാണുന്ന MS സൊല്യൂഷൻസിനെ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഒരൊറ്റ കാര്യം. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടിക്ക് പുതിയ പുസ്തകമാണ് ഈ വർഷം. മാത്രമല്ല NMMS പോലെയുള്ള പരീക്ഷകൾ നേരിടേണ്ടി വരികയും ചെയ്യും. 8ൽ നിന്ന് 9ലേക്ക് പോകുന്ന കുട്ടിക്കും പുതിയ പുസ്തകമാണ്. 9ൽ നിന്ന് 10ലേക്ക് പോകുന്ന കുട്ടിക്കും പുതിയ പുസ്തകമാണ്. ഈ പുതിയ പുസ്തകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. മുൻപേ ഉള്ള സിലബസിനേക്കാളും ഒരല്പം കട്ടി കൂടുതലാണ്. പേടിക്കേണ്ട. മാറിയ സിലബസിനെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. അവിടെയും സൊല്യൂഷനുമായിട്ട് MS സൊല്യൂഷൻ വരുന്നുണ്ട്. MS സൊല്യൂഷൻസിൻ്റെ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് 3 യൂട്യൂബ് ചാനലുകൾ ഇതിനോടകം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണം. അതിലൂടെയായിരിക്കും ഇനി നിങ്ങളുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് അപ്ഡേറ്റുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നൽകുക. 10ാം ക്ലാസ്സിൽ ഈ വർഷം കഴിഞ്ഞ കുട്ടികൾക്ക് റിസൾട്ട് വരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിൽ റിസൾട്ട് വരും. പിന്നീട് അലോട്ട്മെൻറ്റുകളുടെ പ്രയാസങ്ങളുണ്ടാകും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റുകളും MS സൊല്യൂഷൻസിൻ്റെ +1 ചാനലിലൂടെ അറിയിച്ച് നൽകും. കൂടാതെ +1 ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. +1ൽ നിന്ന് +2ലേക്ക് പോകുന്ന കുട്ടികൾക്കും +2 ചാനൽ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വീണ്ടും നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് അപ്ഡേറ്റുകളുമായിട്ടും ലൈവ് ക്ലാസ്സുകളുമായിട്ടും ലൈവ് സെഷൻസുമായിട്ടും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാമായി MS സൊല്യൂഷൻസ് ഉടനടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓരോ അപ്ഡേറ്റുകൾക്കും വേണ്ടി കാത്തിരിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.